കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യയല്ല, കൊലപാതകമാണെന്ന് തറപ്പിച്ച് നവീൻ ബാബുവിന്റെ കുടുംബം. അന്വേഷണം CBIക്ക് വിടണമെന്ന നവീൻ ബാബുവിന്റെ ഭാര്യ നൽകിയ ഹർജിയിൽ വരുന്ന തിങ്കളാഴ്ച, അതായത് ജനുവരി 6-ാം തീയതി രാവിലെ 10:15-നാണ് അതിന്റെ ഉത്തരവ് പറയുന്നത്. ജസ്റ്റിസ് കൗസർ എടപ്പാകത്താണ് ഉത്തരവ് പറയുക. എന്നാൽ CBIക്ക് അന്വേഷണം കൈമാറുന്നതിൽ കടുത്ത എതിർപ്പാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും പ്രകടമാക്കുന്നതും. ഇത്തരത്തിൽ എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് വഴി പിന്നിൽ മറ്റെന്തോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നത് തന്നെയാണ് വ്യക്തമാകുന്നതും. നവീൻ ബാബുവിന്റേത് ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. എന്നാൽ ഇതിൽ സംശയമുണ്ടെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് നവീൻ ബാബുവിന്റെ കുടുംബം. നവീൻ ബാബു ജീവൻ എടുക്കാൻ സാധ്യതയില്ല എന്നും മൃതദേഹത്തിൽ കണ്ട രക്തക്കറ അടക്കമുള്ള കാര്യങ്ങൾ കൊലപാതകമാണ് എന്ന സംശയം ബലപ്പെടുത്തുന്നതായും ഹർജിയിൽ പറയുന്നു. CPM നേതാവായ PP ദിവ്യ പ്രതിയായ കേസിൽ സത്യസന്ധമായ അന്വേഷണം കേരള പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അത് കഴിയാത്തതിനാൽ അന്വേഷണം CBIക്ക് കൈമാറണം എന്നതാണ് നവീൻ ബാബുവിന്റെ കുടുംബം ആവശ്യപ്പെടുന്നത്. കോടതി ആവശ്യപ്പെട്ടാൽ കേസ് അന്വേഷിക്കാൻ തയ്യാറാണ് എന്ന നിലപാട് CBIയും വ്യക്തമാക്കിയിരുന്നു. എന്നാൽ CBIയുടെ ആവശ്യമില്ലെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ സത്യവാങ്മൂലത്തിൽ പറയുന്നത്. കേസിൽ ഹൈക്കോടതിയുടെ വിധി ഏറെ നിർണായകമാണ്. അതേസമയം കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഹൈക്കോടതിയെ സമീപിക്കുന്നത്. അതേസമയം ആ സമയത്ത് തന്നെ അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നുവെന്ന ഇൻക്വസ്റ്റ് റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു. നവീൻ ബാബുവിനെ കൊന്നു കെട്ടിത്തൂക്കിയതാകാമെന്നാണ് കുടുംബം വിശ്വസിക്കുന്നത്. ഇൻക്വസ്റ്റ് റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കുമെന്ന് ബന്ധുക്കൾ പറഞ്ഞിരുന്നു. ഒക്ടോബർ 15-ന് രാവിലെ കണ്ണൂർ ടൗൺ പോലീസ് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് സംഭവത്തിൽ വഴിത്തിരിവാകുന്നതെന്നാണ് പരാമർശം. എന്നാൽ FIRലും ഹൈക്കോടതിയിൽ ഹാജരാക്കിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഇക്കാര്യമില്ല. ചാരനിറത്തിലുള്ള അടിവസ്ത്രമാണ് നവീൻ ബാബു ധരിച്ചിരുന്നത്. തുടകൾ, കണങ്കാലുകൾ, പാദങ്ങൾ എന്നിവ സാധാരണ നിലയിൽ ആണെന്നും റിപ്പോർട്ടിലുണ്ട്. ഇൻക്വസ്റ്റ് നടക്കുമ്പോൾ തന്നെ ബന്ധുക്കൾ സ്ഥലത്തില്ലാത്തതിനാൽ തന്നെ മൊഴി രേഖപ്പെടുത്തിയില്ല. രാവിലെ 10:15-ന് തുടങ്ങി 10:45-നാണ് ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയത്. പത്തനംതിട്ടയിൽ നിന്ന് പുറപ്പെട്ട ബന്ധുക്കൾ കണ്ണൂർ പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണറെ വിളിച്ചപ്പോഴാണ് ഇൻക്വസ്റ്റ് കഴിഞ്ഞ വിവരം അറിയുന്നതും. മൃതദേഹം പരിശോധന പര്യായം മെഡിക്കൽ കോളേജിൽ നടത്തുന്നതിൽ വിയോജിപ്പുണ്ട് എന്നും കോഴിക്കോട്ടേക്ക് മാറ്റണമെന്നും ബന്ധുക്കൾ കമ്മീഷണറോട് ആവശ്യപ്പെട്ടിരുന്നു. കളക്ടർ അരുണിനെ വിളിച്ചപ്പോൾ ഒന്നും പേടിക്കാനില്ല എന്നും പോലീസ് സർജനാണ് നേതൃത്വം നൽകുന്നതെന്നുമാണ് ബന്ധുക്കളോട് പറഞ്ഞതും. അതേസമയം രക്തസാന്നിധ്യം FIRലോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലോ പരാമർശിക്കാത്തതിൽ ദുരൂഹതയുണ്ട് എന്ന് നവീൻ ബാബുവിന്റെ ബന്ധുക്കൾ പറഞ്ഞിരുന്നു. ഇൻക്വസ്റ്റ് റിപ്പോർട്ട് സർജന് പോലീസ് നൽകിയില്ല എന്ന സംശയമുണ്ട്. ആന്തരിക അവയവങ്ങൾക്ക് പരിക്കില്ല എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുമ്പോൾ പിന്നെ എങ്ങനെ അടിവസ്ത്രത്തിൽ രക്തക്കറ വരുമെന്നും റിപ്പോർട്ട് വായിച്ചു നോക്കിയില്ലേ എന്നും രക്തസ്രാവം ഉണ്ടായിട്ടുണ്ട്, അതിനർത്ഥം ഒരു മുറിവ് ശരീരത്തിൽ എവിടെയോ ഉണ്ടായിട്ടുണ്ട് എന്നും ബന്ധുക്കൾ പറഞ്ഞിരുന്നു. അതേസമയം കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം പുതിയ ഏജൻസിക്ക് കൈമാറണമെന്ന വാർത്തകൾ പുറത്തു വരുന്നതും. എന്നാൽ പിന്നീട് തുടർ നടപടി ഒന്നും തന്നെ വന്നിരുന്നില്ല. അന്വേഷണത്തിന്റെ പ്രാരംഭഘട്ടം മുതൽ തന്നെ നവീൻ ബാബുവിന്റെ കുടുംബം അന്വേഷണം പുതിയ ഏജൻസിക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ആത്മഹത്യാ പ്രേരണക്കുറ്റത്തിന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ PP ദിവ്യ അറസ്റ്റിലായപ്പോൾ അവരുടെ ജാമ്യാപേക്ഷയെ എതിർത്ത കുടുംബം കേരള പോലീസിന്റെ അന്വേഷണത്തിലെ അതൃപ്തി കോടതിയിൽ വാദത്തിൽ പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ പിന്നീട് വേണ്ട നടപടി ഒന്നും തന്നെ സ്വീകരിച്ചിരുന്നില്ല. മറ്റൊരു ഏജൻസി അന്വേഷിച്ചാൽ അത് വന്നാൽ അവർക്ക് മതിയായ തെളിവുകൾ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ കുടുംബത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ദിവ്യയ്ക്ക് ജാമ്യം ആദ്യം നിഷേധിച്ചപ്പോൾ അന്വേഷണം സുഗമമായി മുന്നോട്ട് പോകുമെന്ന കുടുംബത്തിന്റെ കണക്കുകൂട്ടലായിരുന്നു പിന്നീട് തെറ്റിയതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.